എല്ലാ മാസങ്ങളിലും വെച്ച് വളരെയധികം ശ്രേഷ്ഠമായ മാസമാണ് വൈശാഖ മാസം എന്നത്. കാരണം ഭഗവാൻ സത്യനാരായണൻ, ലക്ഷ്മി സമേതനായ സത്യനാരായണൻ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിച്ച് അദ്ദേഹത്തിന്റെ ഭക്തരെ അനുഗ്രഹിക്കാൻ വരുന്ന മാസമാണ് വൈശാഖ മാസം. 2026 വൈശാഖ മാസം വരുന്നത് ഏപ്രിൽ 18 തൊട്ട് മെയ് 16 വരെയാണ്. അധർമ്മത്തെ നിഗ്രഹിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് ഭഗവാൻ നാരായണൻ അനേകം അവതാരങ്ങളെ എടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഭഗവാന്റെ ഏറ്റവും അധികം അവതാരങ്ങൾ എടുത്ത് ഭഗവാൻ നിറഞ്ഞാടി, ലീലകൾ നിറഞ്ഞാടിയ ഒരു മാസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. വളരെയധികം പുണ്യമാസമായതുകൊണ്ട് തന്നെ വൈശാഖ മാസത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. വൈശാഖ മാസത്തിൽ 4 കാര്യങ്ങൾക്കാണ് വളരെ വലിയ പ്രാധാന്യം: സത്യം, ദാനം, ശുദ്ധി, ഭക്തി. എപ്പോഴും നമ്മൾ സത്യം മാത്രമാണ് പറയേണ്ടത്. പക്ഷേ വൈശാഖ മാസത്തിൽ വ്രതം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി തമാശയ്ക്ക് പോലും നുണ പറയാൻ പാടില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രാധാന്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ സത്യത്തിന്റെയും നീതിയുടെയും വളരെയധികം ധാർമ്മിക ബോധത്തോടു കൂടിയാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ വൈശാഖ മാസത്തിൽ വ്രതമെടുക്കുന്ന വ്യക്തികൾ സത്യം മുറുകെ തന്നെ പിടിക്കണം. ദാനത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. ദാനം വന്നിട്ട് നമുക്ക് ജലദാനത്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യം. കാരണം ഇത്രയേറെ ചൂട് ഒരുപാട് നിലനിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ ചെറിയ ഓടയിലോ ചിരട്ടയിലൊക്കെ കുറച്ച് വെള്ളമാക്കി അത് നമ്മൾ പുറത്ത് ശേഖരിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അത് പക്ഷി മൃഗാദികൾക്കൊക്കെ വന്ന് കുടിക്കാൻ സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ വലിയ ദാനത്തിൻ്റെ ഒരു കണക്കിലായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ നല്ല നല്ല ബുക്സ്, അതുപോലെ ഭക്ഷണം, വസ്ത്രം, ഇതൊക്കെ നമ്മൾ ഇല്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതൊക്കെ നമ്മൾ ദാനം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ സൽക്കർമ്മമായിട്ടാണ് ഈ ഒരു വൈശാഖ മാസത്തിൽ കാണുന്നത്. വൈശാഖ മാസത്തിൽ അതിന്റെ പുണ്യം ഇരട്ടിക്കുമെന്നാണ് പറയുന്നത്. വൈശാഖ മാസത്തിൽ നമ്മൾ എന്ത് ദാനം ചെയ്യുന്നുവോ അത് നമുക്ക് ഇരട്ടിയായി വന്നു ചേരും എന്നതാണ് പറയപ്പെടുന്നത്. ഇനി ശുദ്ധി നമുക്ക് 2 രീതിയിൽ വരുത്താം. അതായത് ശരീരശുദ്ധിയും മനഃശുദ്ധിയും. ശരീരശുദ്ധി എന്നത് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ സ്നാനം എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂര്യോദയത്തിനൊക്കെ ശേഷം അല്ലെങ്കിൽ ഒരു ഉച്ചയോട് കൂടിയൊക്കെയാണ് കുളിക്കുന്ന ആൾക്കാരെ എന്നുണ്ടെങ്കിൽ വൈശാഖ മാസത്തിൽ വ്രതം എടുക്കുന്ന ആൾക്കാരെ നമ്മൾ വളരെയധികം നേരത്തെ, അതായത് സൂര്യോദയത്തിന് മുൻപ് തന്നെ നമ്മൾ സ്നാനം പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. ആ സമയത്ത് നമ്മുടെ വീടുകളിൽ നമുക്ക് ശേഖരിക്കാൻ പറ്റുന്ന ജലത്തിൽ 7 നദികളുടെ സാന്നിധ്യം കാണാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്നാനം എപ്പോഴും 2 നേരം പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. അത് സൂര്യോദയത്തിന് മുൻപ് തന്നെ ഒരു നേരത്തെ സ്നാനം എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മനഃശുദ്ധിയെ കുറിച്ചാണ്. മനഃശുദ്ധി ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു മനുഷ്യനും വേണ്ട ഒരു വളരെയധികം പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം മനസ്സ് നമ്മുടെ കയ്യിൽ വളരെ നിയന്ത്രിക്കപ്പെട്ട് തന്നെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അത് വളരെ വലിയൊരു വിജയമായിട്ട് തന്നെ വന്നു ചേരും എന്നതാണ് പറയാറുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു വൈശാഖ മാസത്തിലെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് കുറച്ചധികം സാത്വികമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കണം എന്നതാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യം. ഇനി ശരീരശുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിന് കൂടെ വലിയൊരു പ്രാധാന്യം ഉണ്ട് കേട്ടോ. നമ്മൾ നോൺ വെജ് ഐറ്റംസ് കഴിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം അതൊന്നും കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. കാരണം ഈ ശരീരം എന്നത് നമ്മുടെ ഈ പുറമെ കാണുന്ന മാത്രമല്ല, നമ്മുടെ ഒരു ഇന്റേണൽ ഒരു എന്താ പറയുക പ്യൂരിഫിക്കേഷൻ എന്നൊക്കെ പറയില്ലേ, അതിനും കൂടെ വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് കുടലിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത് കൂടെ വളരെയധികം പ്രാധാന്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി വരുന്നതാണ് ഭക്തി. ഭഗവത് നാമ സങ്കീർത്തനത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ് വൈശാഖ മാസം. കാരണം ഭഗവാൻ സത്യനാരായണന്റെ, ലക്ഷ്മി സമേതനായ സത്യനാരായണ സ്വാമിയുടെ നിറസാന്നിധ്യം ഭൂമിയിൽ അറിയാൻ പറ്റുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ നാമസങ്കീർത്തനം വളരെ വലിയ രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു വൈശാഖ മാസം പാടി ആലപിച്ച് ഭഗവാന്റെ അനുഗ്രഹം തേടാനായിട്ട് നമ്മൾ എന്നും ശ്രമിക്കേണ്ടതാണ്. എന്നും ഭഗവാനെ സ്മരിക്കണം കേട്ടോ. ഈ ഒരു വൈശാഖ മാസം മാത്രമല്ല, ഏത് സമയത്തിലായാലും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഭഗവാനെ സ്മരിച്ച് തന്നെ ഇരിക്കണം. പക്ഷേ വൈശാഖ മാസം പുണ്യമാസമായതുകൊണ്ട് തന്നെ ഭഗവാനെ ഈ മാസത്തിൽ സ്മരിക്കുമ്പോൾ വളരെയധികം അതിൻ്റെ ഗുണം നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുമെന്നാണ് പുരാണങ്ങളിൽ വ്യക്തമാക്കുന്നത്. ഭഗവാന്റെ കൂർമാവതാരം, ഭഗവാന്റെ നരസിംഹാവതാരം, അദ്ദേഹത്തിന്റെ പരശുരാമ അവതാരം, അദ്ദേഹത്തിന്റെ ധന്വന്തരി മൂർത്തിയായി അദ്ദേഹം അവതരിച്ചതും എല്ലാം ഈ ഒരു വൈശാഖ മാസത്തിലാണ്. ഭഗവത് സന്ദർശനത്തിനും ക്ഷേത്ര സന്ദർശനത്തിനൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ് വൈശാഖ മാസം. ഇനി വൈശാഖ മാസത്തെ സംബന്ധിച്ച് ഒരു ചെറിയ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
കീർത്തിമാൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം നായാട്ടിന് ശേഷം വളരെയധികം വെള്ളം ദാഹിച്ച് കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. എവിടെയെങ്കിലും ഒരു ചെറിയ ജലാശയമോ കുളമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് അദ്ദേഹം വളരെ അവശനായിട്ട് തന്നെ നടന്നു പോവുകയായിരുന്നു. അങ്ങനെ കാടിന്റെ ഒരു ദിക്കെത്തിയപ്പോഴാണ് അദ്ദേഹം കാണുന്നത് കുറേയധികം സന്യാസിമാര് കുടങ്ങളിലായിട്ട് ആ ഒരു പ്രദേശത്തുള്ള പക്ഷിമൃഗാദികൾക്കും മനുഷ്യന്മാർക്കും എല്ലാവർക്കും ജലദാനം ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമാവുകയാണ്. അവര് ഈ പ്രവൃത്തി ചെയ്യുന്നത് കണ്ട് അദ്ദേഹം അവരുടെ അടുത്തേക്ക് സമീപത്തായിട്ട് പോവുകയാണ്. സമീപത്ത് പോയിട്ട് അവരോട് സംസാരിച്ച് അവരോടായിട്ട് ചോദിക്കുകയാണ്, കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം വളരെ അവശനായി വരുന്നത് കാണുന്ന മാത്രയിൽ തന്നെ സന്യാസിമാര് അദ്ദേഹത്തിന് വെള്ളം ദാനം ചെയ്യുന്നുമുണ്ട്. അങ്ങനെ രാജാവ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം വളരെയധികം നന്ദി പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ഇവരോടായിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ ഒരു ജലദാനം ഇത്രയും വലിയ തോതിൽ തന്നെ ഈ ഒരു പ്രദേശത്ത് ചെയ്യുന്നത് എന്ന്. അപ്പോഴാണ് സന്യാസിമാര് പറയുന്നത്, ഞങ്ങൾ വസിഷ്ഠ മുനിയുടെ ശിഷ്യന്മാരാണ്. ഈ ഒരു മാസം എന്ന് പറയുന്നത് വൈശാഖ മാസമാണ്. വൈശാഖ മാസത്തിൽ എന്താണോ ദാനം ചെയ്യുന്നത് അതിന് വളരെ വലിയ രീതിയിൽ തന്നെ പുണ്യം നമുക്ക് പ്രാപ്തമാവുന്നതാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം ചൂടേറിയ സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു കാടിനകത്തുള്ള ജലാശയങ്ങളൊക്കെ വറ്റിക്കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച ദാനം എന്ന് പറയുന്നത് ജലദാനം തന്നെയാണ്. അതുകൊണ്ടാണ് കാട്ടിലുള്ള പക്ഷിമൃഗാദികൾക്ക് മാത്രമല്ല അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാർക്കും അല്ലെങ്കിൽ അവിടെ കാട്ടിൽ പെട്ടുപോയ ആൾക്കാർക്കൊക്കെ ജലാശയം കാണാതെ വെള്ളം ദാഹിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ ജലദാനം ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് ഈ ഒരു സന്യാസിമാര് രാജാവിനോടായിട്ട് പറയുകയാണ്. ഇത് കേൾക്കുന്ന രാജാവിന് വളരെയധികം സന്തോഷമാവുകയാണ്. അദ്ദേഹം അപ്പോഴാണ് ഈ ഒരു വൈശാഖ മാസത്തെക്കുറിച്ച് അറിയുന്നതും ഈ വൈശാഖ മാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതും. അന്ന് തുടങ്ങി അദ്ദേഹം ആ ഒരു ഇവർ നൽകിയ ഒരു ജലത്തിന്റെ പ്രാധാന്യവും ഈ ഒരു ദാനത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കി ഈ രാജാവ് അദ്ദേഹത്തിന്റെ നാട്ടിൽ ചെന്ന് ഈ ഒരു കാര്യം വൈശാഖ മാസം എന്താണെന്നും വൈശാഖ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നും ഉള്ളത് അദ്ദേഹത്തിന്റെ പ്രജകളോട് അറിയിക്കുകയാണ്. അന്ന് തൊട്ടിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലെ എല്ലാ വർഷവും വൈശാഖ മാസം മുടങ്ങാതെ ആചരിക്കാനായിട്ട് തുടങ്ങി. പിന്നീടാണ് കുറേയധികം വർഷങ്ങൾക്ക് ശേഷം ആ ഒരു നാട്ടില് വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം തന്നെ പ്രാപ്തമാവാനായിട്ട് തുടങ്ങി. ആ നാട്ടിലെ അദ്ദേഹത്തിന്റെ പ്രജകളൊക്കെ വളരെ സാത്വിക ഗുണമേറിയ വ്യക്തികളായി മാറാനും തുടങ്ങി. അങ്ങനെ ആ നാട്ടിൽ നിന്ന് മരണം പ്രാപിക്കുന്ന വ്യക്തികൾ ഒന്നുമില്ലെങ്കിൽ വൈകുണ്ഠം പ്രാപിക്കും, അല്ലെങ്കിൽ സ്വർഗവും പ്രാപിക്കും. ഇത് കാണുന്ന യമദേവന് വളരെയധികം വിഷമമാവുകയാണ്. കാരണം കീർത്തിമാൻ രാജാവിന്റെ രാജ്യത്ത് മരിക്കുന്ന ഒരു വ്യക്തികളെയും അദ്ദേഹത്തിന് യമപുരിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അവര് ഒന്നുമില്ലെങ്കിൽ വൈകുണ്ഠം പ്രാപിക്കും, അല്ലെങ്കിൽ സ്വർഗം പ്രാപിക്കും. അപ്പോൾ ഇതിനൊരു ഉപായം തേടി അദ്ദേഹം യമരാജാവ് വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ വൈകുണ്ഠത്തിലെത്തുന്ന യമരാജാവ് ഭഗവാൻ മഹാവിഷ്ണുവിനോടായിട്ട് ഈ ഒരു അദ്ദേഹത്തിന്റെ വിഷമം അറിയിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിനോട് പറയുകയാണ്, വൈശാഖ മാസത്തിൽ ഭഗവാൻ നാരായണനെ ഓർത്ത് വ്രതമെടുക്കുന്ന ഏതൊരു ഭക്തനും ദാനധർമ്മത്തിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും സത്യവും ധർമ്മവും നീതിയും പാലിച്ച് ധാർമ്മിക ബോധത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതൊരു വ്യക്തിക്കും ഒരിക്കലും യമപുരി അദ്ദേഹത്തിന്റെ ആത്മാവിനെ സന്ദർശിക്കാനായിട്ട് പറ്റുകയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് സ്വർഗത്തിലോ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലോ തന്നെ ആയിരിക്കും എന്നതാണ് ഭഗവാൻ നാരായണൻ യമദേവനോടായിട്ട് പറയുന്നത്. കാരണം ഈ ഒരു സമയത്ത് ഭൂമിയിൽ ഭഗവാൻ നാരായണന്റെ സാന്നിധ്യം ലക്ഷ്മി ദേവിയോടൊത്ത് നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന്റെ ഭക്തരെ നേരിട്ട് ചെന്ന് അനുഗ്രഹിക്കുന്ന ഒരു കാലമാണ് ഈ ഒരു വൈശാഖ മാസ കാലഘട്ടം എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു കാര്യം ഭഗവാൻ മഹാവിഷ്ണു, നമ്മുടെയൊക്കെ പരിപാലകനായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശമാവുമ്പോൾ യമദേവന് മറുത്തൊന്നും പറയാനായിട്ട് സാധിക്കില്ല. ഇതേ വൈശാഖ മാസത്തിലാണ് അക്ഷയ തൃതീയ ഉണ്ടാവുന്നത്. അക്ഷയ തൃതീയ വരുന്നതും വൈശാഖ മാസത്തിലാണ്. അക്ഷയ തൃതീയയ്ക്ക് വളരെയധികം വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ആ ഒരു ദിവസം ചെയ്യുന്ന കർമ്മത്തിന് ക്ഷയം ഉണ്ടാവില്ല എന്നതാണ് പറയുക. അക്ഷയ എന്നുള്ളതിന് അർത്ഥം തന്നെ ക്ഷയിക്കാത്തത് എന്നതാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് എല്ലാവരും ആ ഒരു ദിവസം സ്വർണം വാങ്ങാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇരട്ടിയായി സ്വർണം വരും. അത് ആ ഒരു ഇത് ക്ഷയിച്ചു പോവില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിന്റെ മേലെയാണ് ആ ഒരു ദിവസം എല്ലാവരും സ്വർണം വാങ്ങാനായിട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ ആ ദിവസം ഇതേപോലെ ദാനധർമ്മങ്ങളിൽ ഏർപ്പെടണം, ഭഗവത് നാമസങ്കീർത്തനങ്ങളിൽ ഏർപ്പെടണം. അത് മാത്രമല്ല, നല്ല കാര്യങ്ങൾ, ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രകീർത്തിക്കാനും അതെല്ലാവരിലും പ്രചരിപ്പിക്കാനും നമ്മൾ ഒരു മുൻകൈ എടുക്കണം എന്നതാണ് വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അക്ഷയ തൃതീയയിൽ ഈ ഒരു കാര്യത്തിനും കൂടെ വളരെ വലിയൊരു രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. ഇനി അക്ഷയ തൃതീയയും വൈശാഖ മാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു കഥ പറഞ്ഞു തരാം. പാഞ്ചാല ദേശം ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു പുരുഷായ എന്ന് പറയുന്ന ഒരു രാജാവ്. അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിൽ
രീതിയിൽ തന്നെ സ്ഥാനചലനവും മാത്രമല്ല അദ്ദേഹം വളരെയധികം എന്താ പറയുക മറ്റു രാജ്യങ്ങളായിട്ടൊക്കെ യുദ്ധത്തിൽ തോറ്റു. അദ്ദേഹത്തിന് വളരെ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ എത്തുകയാണ്. അങ്ങനെ അദ്ദേഹം രാജ്യമൊക്കെ ഉപേക്ഷിച്ച് ഒരു ഉൾക്കാടുകളിലേക്ക് ഇങ്ങനെ വളരെയധികം വിഷാദ ഭാവത്തിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ കുറേ മുനിമാരിരുന്ന് യജ്ഞം ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു മുനിമാരോട് പോയിട്ട് തൻ്റെ അവസ്ഥ പറയുകയാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, എന്തെങ്കിലും ഒരു ഉപായം അവർ പറയും, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുമെന്ന് അദ്ദേഹം ഉറപ്പായിട്ട് തന്നെ വിശ്വസിച്ചു. അങ്ങനെ ഈ മുനിമാരോട് സംസാരിക്കാനായിട്ട് അദ്ദേഹം പോവുകയാണ്. അങ്ങനെ മുനിമാരെ കാണുന്ന ഇദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ അവസ്ഥയും പറയുകയാണ്. അപ്പോഴാണ് അതിൽ ധ്യാനത്തിലിരിക്കുന്ന ഒരു മുനി അദ്ദേഹത്തിനോടായിട്ട് പറയുകയാണ്, ഇത് ഇത്രയും കാര്യങ്ങൾ നീ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നീ ചെയ്ത പൂർവ്വജന്മ കർമ്മഫലമാണ് എന്നത്. അതായത് പൂർവ്വജന്മത്തിൽ ഈ ഒരു രാജാവ് ഒരു വേടനായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ആ ഒരു കാട്ടിലൂടെ വരുന്ന ആൾക്കാരെ എല്ലാം ഉപദ്രവിക്കുകയും അങ്ങനെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ ഒരു ജന്മത്തിൽ നീ ഇത്രയും അധികം ബുദ്ധിമുട്ടുകളും ഇത്രയും അധികം ദുഃഖങ്ങളിലൂടെയും കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ഇദ്ദേഹത്തിനോടായിട്ട് ചോദിച്ചു, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇത്രയും മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ ജന്മത്തിൽ ഞാൻ രാജാവായി ജനിച്ചു എന്ന്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ നീ എല്ലാ മോശകർമ്മങ്ങളാണ് ചെയ്തത്, പക്ഷേ ആ ഒരു ജന്മത്തിൽ ഒരു അക്ഷയ തൃതീയ നാളിൽ നീ ഒരു പാവപ്പെട്ട് വരുന്ന ഒരു വൃദ്ധന് ജലദാനം ചെയ്തിട്ടുണ്ട്. എങ്ങനെയോ നിന്റെ കയ്യിൽ നിന്ന് അല്പം ജലം അദ്ദേഹത്തിന് ദാനം എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുണ്ട്. ആ ദിവസം അക്ഷയ തൃതീയ ദിവസമായിരുന്നു. ആ ഒരു കർമ്മത്തിന്റെ പുണ്യ ഫലമായിട്ടാണ് ഈ ഒരു ജന്മം നീ രാജാവായി ജനിക്കുന്നതും മാത്രമല്ല ഈ നിന്റെ നാട്ടിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ നീ അനുഭവിക്കേണ്ടി വരുന്നത് നിന്റെ ബാക്കി കർമ്മത്തിന്റെ ഫലമായിട്ടാണ് എന്ന് ഈ ഒരു സന്യാസി അദ്ദേഹത്തിനോടായിട്ട് പറയുകയാണ്. അപ്പോൾ രാജാവ് വീണ്ടും ചോദിക്കുകയാണ്, എൻ്റെ ഒരു രാജ്യത്തെ എനിക്ക് മുന്നോട്ട് എങ്ങനെ നല്ല രീതിയിൽ നയിക്കാം, എനിക്കൊരു നല്ല ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിനായി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ സന്യാസിമാരിൽ ഒരാൾ പറയുകയാണ്, എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനെ സ്മരിക്കുക, ഭഗവാനിൽ എല്ലാം സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക, അത് തന്നെയാണ് ഏറ്റവും വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾ പറയുകയാണ്, ഒരു സന്യാസി പറയുകയാണ്, ഇനി വരുന്നത് വൈശാഖ മാസമാണ്. അതുകൊണ്ട് തന്നെ വൈശാഖ മാസത്തിൽ നമ്മുടെ സത്യത്തിനും ശുദ്ധിക്കും ദാനത്തിനും ഭക്തിക്കും വളരെയധികം പ്രാധാന്യമുള്ള മാസം തന്നെയാണ്. വൈശാഖ മാസത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്ത് നല്ല രീതിയിൽ വ്രതമെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, വ്രതം ആചരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നിനക്ക് എന്തായാലും നിന്റെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് ഈ ഒരു സന്യാസിമാരെല്ലാവരും ചേർന്ന് ആ രാജാവിനോടായിട്ട് പറയുകയാണ്. അങ്ങനെ ഇവർ പറയുന്ന ഈ ആശയം ഉൾക്കൊണ്ട് രാജാവ് അവരോടൊപ്പം തന്നെ ഇരുന്ന് വൈശാഖ മാസം ആചരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു മാസം അദ്ദേഹം എന്താണോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് അതെല്ലാം പാവപ്പെട്ട ആൾക്കാർക്കും അല്ലെങ്കിൽ അതിനോട് ആവശ്യമായി വരുന്ന ആൾക്കാർക്ക്, അത്രയും അവസ്ഥ മോശമായി വരുന്ന ആൾക്കാർക്ക് അത് ദാനം ചെയ്ത് അവരെ സഹായിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ആ ഒരു കാര്യം ചെയ്ത് വന്ന് താൻ സ്വയം തന്നെ ഒരു പുതിയ വ്യക്തിയായി മാറി, തൻ്റെ ചിന്താഗതികളും മനസ്സും പ്രവൃത്തിയും എല്ലാം തന്നെ മാറി, താൻ തന്നെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വളരെ വലിയ രീതിയിലുള്ള മോശം ചിന്താഗതികളും ആത്മവിശ്വാസക്കുറവും ഒക്കെ തന്നെ മാറി ഇനി പുതിയൊരു തുടക്കത്തിലേക്ക് അദ്ദേഹം കാലെടുത്ത് വെക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. അക്ഷയ തൃതീയെ ബന്ധപ്പെട്ട് ആദിശങ്കരാചാര്യരുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു കഥ പറയാം. അതായത് ഒരിക്കൽ ആദിശങ്കരാചാര്യർ ഭിക്ഷാപാത്രവുമായിട്ട് ഒരു അമ്മയുടെ കുടിലിന് മുന്നിൽ എത്തുകയാണ്. ആ അമ്മയാണെങ്കിൽ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു അമ്മയാണ്. അങ്ങനെ അദ്ദേഹം വാതിലിങ്ങനെ മുട്ടുകയാണ്, ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കാണുന്ന മാത്രയിൽ തന്നെ അമ്മയുടെ വീട്ടിലൊന്നുമില്ല. അപ്പോൾ ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഉണക്ക നെല്ലിക്ക മാത്രമാണ്. അമ്മ അതും എടുത്ത് ആദിശങ്കരാചാര്യരുടെ ഭിക്ഷാപാത്രത്തിൽ വെക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ആ സമർപ്പണ ബോധം കണ്ട് ആദിശങ്കരാചാര്യർ വളരെയധികം സന്തുഷ്ടരായി. അത് മാത്രമല്ല അദ്ദേഹം അമ്മയുടെ അടുത്ത് നിന്ന് ഒരു മന്ത്രം ചെല്ലുകയാണ്. ആ മന്ത്രം ചെല്ലുന്ന മാത്രയിൽ തന്നെ അമ്മയുടെ കുടിലിന്റെ മുകളിൽ നിന്ന് സ്വർണ്ണ നെല്ലിക്കകൾ വീഴാനായിട്ട് തുടങ്ങി. അമ്മ ദാനം നൽകിയ ആ ഒരു ദിവസം എന്ന് പറയുന്നത് അക്ഷയ തൃതീയ ദിവസമായിരുന്നു. അദ്ദേഹം ചൊല്ലിയ ആ ഒരു മന്ത്രം എന്ന് പറയുന്നത് കനകധാരാ സ്തോത്രമായിരുന്നു. അങ്ങനെ ഒന്നുമില്ലാത്ത പട്ടിണിയും ദാരിദ്ര്യവുമായി നിന്നിരുന്ന ആ അമ്മ ആ ഒരൊറ്റ ദിവസം കൊണ്ട്, ആ ഒരൊറ്റ കർമ്മം കൊണ്ട് അത്രയും വലിയ ധനികയായി മാറുകയാണ്. ഇതാണ് ഈ ഒരു അന്നേ ദിവസമാണ് കനകധാരാ സ്തോത്രവും ഉണ്ടായിത്തീരുന്നത്. അങ്ങനെ ഇതാണ് ആദിശങ്കരാചാര്യരും അക്ഷയ തൃതീയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കഥ. ഇനി അവസാനമായിട്ട് വൈശാഖ മാസത്തിലെ വ്രതം എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം.
ആദ്യം തന്നെ സൂര്യോദയത്തിന് മുൻപ് എഴുന്നേൽക്കുക. എഴുന്നേറ്റതിന് ശേഷം സ്നാനം ചെയ്യുക. സ്നാനം ചെയ്യുമ്പോൾ സപ്തനദിമാരെ ധ്യാനിച്ച് വേണം സ്നാനം ചെയ്യാനായിട്ട്. അതിനുശേഷം മാത്രം ഭക്ഷണമോ വെള്ളമോ സേവിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് മുൻപായിട്ട് തന്നെ ഭഗവത് നാമസങ്കീർത്തനങ്ങൾ ഏർപ്പെടുക. ഭഗവാന്റെ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ചായ കാപ്പി തുടങ്ങിയ കാര്യങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. 2 നേരവും കുളിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശരീരശുദ്ധിയും മനഃശുദ്ധി എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമേറിയ കാര്യമാണ്. ധാർമ്മിക ബോധത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കഴിയുന്നതും നുണ പറയാതിരിക്കുക. മാത്രമല്ല പകലുറക്കം ഒഴിവാക്കേണ്ടതാണ്. മാത്രമല്ല സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതലും ഈ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കൂ. അത് കഴിക്കാൻ ഒരുപാട് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസമെങ്കിലും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അന്നന്ന് വെച്ച ഭക്ഷണങ്ങൾ സേവിക്കാനായിട്ട് ശ്രമിക്കുക. ഭഗവാന്റെ നിവേദ്യം സേവിക്കുക. ആ നിവേദ്യം നിങ്ങൾ സേവിക്കേണ്ടതാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ വൈശാഖ മാസത്തിലെ വ്രതം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. അതിനേക്കാൾ പ്രാധാന്യമേറിയ ഒരു കാര്യം എന്ന് പറയുന്നത് ദാനധർമ്മത്തിൽ ഏർപ്പെടുക. അതായത് ഒരു കുപ്പി വെള്ളം അല്ലെങ്കിൽ ഒരു കവൾ വെള്ളം ആർക്കെങ്കിലും നിങ്ങൾ വൈശാഖ മാസത്തിൽ ദാനം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് വളരെ വലിയ ഒരു പ്രാധാന്യമുണ്ട്. ഭക്ഷണം ദാനം ചെയ്യുന്നത്, വെള്ളം, വസ്ത്രം ഒക്കെ ദാനം ചെയ്യുന്നത് വളരെയധികം പ്രാധാന്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. എല്ലാത്തിനേക്കാളും ഒരു ഭഗവത് നാമസങ്കീർത്തം, ഭഗവാന്റെ കാര്യങ്ങൾ പ്രകീർത്തിക്കുക, അത് സ്പ്രെഡ് ചെയ്യുക എല്ലാവരിലും, അത് തന്നെ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വൈശാഖ മാസത്തിൽ എനിക്ക് അറിയാവുന്ന പരിമിതമായ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ.